It's a community theatre. It's a workshop space. It's a children's space. And this is what theatre needs. ആല ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും മനു നൂറുകണക്കിന് വേദികളിലൂടെ കുട്ടികളോട് സംസാരിക്കുകയും വേറൊരു ഒരു സ്വപ്നനിർഭരമായ ലോകത്തേക്ക് കുട്ടികളെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാഠപുസ്തകങ്ങൾ നയിക്കുന്ന പോലെയോ ക്ലാസ് മുറികളെ നയിക്കുന്നത് പോലെയല്ല മനുവിൻ്റെ PNU പ്രോഗ്രാംസ്. അതിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാകുന്ന ഈ പുതിയ സ്പേസ് ഉപകരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. കുട്ടികളുടെ ഉള്ളിൽ കഥ പറയാനുള്ള വാസനയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ സിലബസിൻ്റെ ആധിക്യത്തിൽ അത് പറയാൻ അവർക്ക് നേരം കിട്ടാറില്ല. അത് പറയാനുള്ളൊരു വേദി ഉണ്ടാവുക. ആല തീർച്ചയായിട്ടും ആ ദൗത്യം നിറവേറ്റും. ഒന്നുമില്ലെങ്കിൽ ഒരു പട്ട, അല്ലെങ്കിൽ കുറച്ച് നാളികേരം, കുറച്ച് ഇളനീര്, ഒരു തെങ്ങും പൂക്കില്ല. വലിപ്പത്തിന്റെ തിയേറ്ററിന്റെ കാലമാണ്. കേരളത്തിൽ ഇപ്പൊ എല്ലാവരും വലിപ്പമുള്ള തിയേറ്റർ കണ്ടിട്ട് അതാണ് ശരിയായ തിയേറ്റർ എന്ന് തെറ്റിദ്ധരിക്കുന്ന സമയത്ത് ഇത്തരം നാടകങ്ങളുടെ പ്രസക്തി. ജാതീയമായും മതപരമായും രാഷ്ട്രീയമായും വല്ലാതെ വിഭാഗീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് വഴികാട്ടിയായി ഇത് ഇവിടെ തന്നെ ഉണ്ടാകണം. ഈ ഒരു സമാന്തര ഗ്രൂപ്പുകളെയാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. I am very happy to be inaugurating this wonderful theatre space. പലപ്പോഴും ഈ ഒരു വലിയൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്കത് സാധിക്കാതെ പോകുന്നു. കലയും കൾച്ചറും, ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ നാടകവേദി വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാടകത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളും മാറുകയാണ്. അതിന് മനുവിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒഴിവൊക്കെ ഒരു നിമിത്തമായി. സൂര്യനോടൊപ്പം ചിരിച്ച് രാവിലെ തന്നെ എണീറ്റു. സ്കൂള് തുറക്കുന്ന ത്രില്ല് ഉള്ളിൽ കിടന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഒത്തുകൂടാനുള്ള ഒരു കേന്ദ്രം
ഇവിടെ ഉണ്ടാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് ഇപ്പോൾ കവിത ചൊല്ലേണ്ടവർക്ക്, കാവ്യ ചർച്ചകൾ നടത്തേണ്ടവർക്ക്, സിനിമ പ്രദർശനങ്ങൾ നടത്തേണ്ടവർക്ക്, അങ്ങനെ അതിൻ്റെ ആ ഒരു ചിത്രം, രൂപരേഖ അദ്ദേഹം അതിൽ തന്നിട്ടുണ്ട്. കൃഷിക്കാരും ചെറു കച്ചവടക്കാരും പലതരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ചേർന്ന ഈ ഗ്രാമത്തിൽ ഉണ്ടാവുകയും അവരുമായി അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഉള്ളിലുള്ള സർഗവാസനയെ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരിടമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ ചക്കട്ടു കണ്ടാവിണ്ടണ്ട കണ്ടാവിണ്ടണ്ട കൊണ്ടോയി തിന്നോട്ടെ കണ്ടാവിണ്ടണ്ട കൊണ്ടോയി തിന്നോട്ടെ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. Theatre can only be vibrant in spaces like this. Theatre has to become part of small communities. Theatre has to actually move down towards smaller towns, towards villages where people actually live. And when you go